എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്ക് എന്റെ മകന്റെ ഭാര്യയുണ്ട്. പിന്നെ എനിക്കൊരു ഭർത്താവുണ്ട്. അവരെ നോക്കിക്കോളും. സത്യാമേ, ഞാനപ്പോ സത്യാമ്മയുടെ ആരുമല്ലേ? അല്ല, ആരുമല്ല. വെറും ഒരു ജോലിക്കാരൻ മാത്രം. തരുന്ന ശമ്പളത്തിനുള്ള കൂറ് മാത്രം നീ കാണിച്ചാ മതി. അതിനപ്പുറത്തേക്ക് ഒരു സ്നേഹവും ആത്മാർത്ഥതയും നീ ഇവിടെ കാണിക്കണമെന്നില്ല. സത്യാമേ, നീ ഈ കാണിച്ചു കൂട്ടിയതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലായല്ലോടാ. എന്ത് ചാടിത്തുള്ളിയുള്ള വരവായിരുന്നു. മല പോലെ വന്നത് എലി പോലെ പോയെന്നൊരു ചൊല്ലുണ്ട്. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതിലും കഷ്ടമായല്ലോടാ. സ്നേഹം കാണിക്കാൻ വന്നിരിക്കുന്ന ഒരുത്തൻ നിന്റെ ഈ സ്നേഹവും ആത്മാർത്ഥതയും വീട്ടിൽ കൊണ്ടുചെന്നിട്ട് ഏതെങ്കിലും തട്ടുമ്പുറത്തിട്ടിട്ട് അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ നോക്കടാ. ചേടാ, മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളും. ഇനിയും നീ ഇവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ നിന്നെ ഇവിടിട്ട് ചവിട്ടി കൂട്ടും ഞങ്ങള്. യഥാർത്ഥ ഇടിമുറി എന്താണെന്ന് നിന്നെ ഞങ്ങള് കാണിക്കും. കാണിക്കടാ, കാണിക്കണമെന്നാ. ശിവ, ശിവ, വെറുതെ ഇവിടെ കിടന്ന് പോലീസുകാരോട്ട് വഴക്കിടാൻ നിൽക്കാതെ നീ വീട്ടിൽ പോകുന്ന നോക്കടാ. ഞാൻ പോവാൻ സത്യാമ്മേ. സത്യാമ്മ കാണാൻ പറ്റിയല്ലോ. ദേഷ്യത്തിലാണെങ്കിലും സത്യാമ്മ എന്നോട് സംസാരിച്ചല്ലോ. അമ്മമാര് മക്കളെ വഴക്കു പറയും, ശകാരിക്കും, ദേഷ്യപ്പെടും. ചിലപ്പോ കൈ കിട്ടുന്ന വെച്ച് അടിക്കും. അതൊക്കെ മനസ്സിൽ തട്ടി ചെയ്യുന്നതല്ലോ, മക്കള് നന്നാവാൻ വേണ്ടി ചെയ്യുന്നതല്ലേ. ഇത് ഞാൻ അങ്ങനെ തന്നെ കരുതിക്കോളാം. ഇവിടെ സത്യാമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെന്ന് ഞാൻ അറിഞ്ഞ ഒരു വരവ് കൂടെ ഞാൻ വരേണ്ടി വരും. നീ അത് താങ്ങത്തില്ല. പറഞ്ഞു വിട്ടത് നന്നായി. അല്ലെങ്കിൽ അടുത്ത ലോകകപ്പിൽ ഇപ്പൊ അവനും ഉണ്ടായിരുന്നേനെ. ഈശ്വര, എന്തൊരു വിധിയാ ഇത്. പാവം, എന്നെ സഹായിക്കാൻ വന്നതാ.